അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് ഇരിക്കണം. നിങ്ങൾക്കൊക്കെ സുഖമല്ലേ മക്കളെ? അപ്പം 2 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും പോന്നിട്ടില്ലല്ലേ? ഒന്നാമത് പനിയൊക്കെ ആയിരുന്നു, നിങ്ങൾക്ക് അറിയില്ലേ? വെയ്യാതെയൊക്കെ കിടപ്പിലായിരുന്നു. ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എന്താത്താ കുട്ടികൾക്ക് വെയ്യായി ഒക്കെയാണോ, നിങ്ങളെന്താ വീഡിയോസ് ഒന്നും ഇടാത്ത, നിങ്ങൾക്കൊക്കെ വെയ്യായി ആണോ എന്ന് ചോദിച്ചുകാണ്ട്. അപ്പോൾ സുഖമില്ലായിട്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും വരാഞ്ഞ കേട്ടോ. പിന്നെ നോമ്പൊക്കെ അല്ലേ. അപ്പം ഇന്നത്തെ വിശേഷം നമ്മളെ മുഹറം 10 നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ ഒന്നാണ് ലൈക്കുമ്പോൾ തൊട്ട് കണ്ടാണ് കണ്ടു തുടങ്ങിക്കോളി. ഋഷാമൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി, ലൈക്കും ചെയ്തോളി, മാക്സിമം ഷെയറും ചെയ്തോളി. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെന്താ മക്കളെ, പെലച്ചക്ക് നീച്ചിക്കാണ്ടില്ല പരിപാടിയാണ് ഈ കാട്ടിക്കൂട്ടൽ കേട്ടോ. ഇത്തിരി ഇറച്ചിയൊക്കെ വാങ്ങി, നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ലേശം ഇറച്ചിയൊക്കെ വാങ്ങി. കാക്കൂന് ഇപ്പോൾ ഇറച്ചി തിന്നണീന് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും 2 കണ്ടൊക്കെ ഞാൻ കൊടുക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഇറച്ചി വാങ്ങിയിട്ടുണ്ട്, പപ്പടം പൊരിച്ചിട്ടുണ്ട്, പപ്പടം താളിപ്പും ചോറും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം തലേന്ന് ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ടില്ല പരിപാടി തന്നെയായിരുന്നു കേട്ടോ. കഴിഞ്ഞില്ല മക്കളെ, തല പൊന്തണില്ല, കണ്ണും പൊന്തണില്ല. അപ്പം പനിയൊക്കെ ആയിരുന്നു നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പം പനി മുഴുവൻ മാറാനൊന്നും ഞാൻ കാത്തുന്നില്ല, ആ നോമ്പാണ് പിടിച്ചട്ടെ എന്ന് കരുതിക്കാണ്ടില്ല പരിപാടി കേട്ടോ. അപ്പം തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി, അതിനൊന്നും കൂടിയില്ല, കഴിഞ്ഞില്ല എന്ന് പറയാം. നമുക്ക് തലയും കണ്ണൊന്നും പൊന്തണ്ടേ, മേനിങ്ങോട്ട് പൊന്തണ്ടേ കിടക്കപ്പായിന്ന്. അപ്പോൾ എന്താ കാട്ടിക്കണമെന്നോ, 3 മണിക്ക് അലാറം വെച്ചിക്കാണ് പലിച്ചക്ക് കേട്ടോ. പലിച്ചക്ക് 3 മണിക്ക് അലാറം വെച്ചിക്കാണ്ട് ലേശം ചോറും ഉണ്ടാക്കി. അത്തിരി കുക്കറിലാണ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയാണ്ട്. ഇനിയിപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ചിലപ്പോൾ ഇനി അത് ഇങ്ങനെ ആകെ തണുത്ത് കൂറും ചോറൊക്കെ കരുതിക്കാണ്ട്. പിന്നെ തല പൊന്തണമില്ല, അപ്പം അങ്ങനെയാണ് കിടന്നതാണ് കേട്ടോ. പിന്നെ പെലച്ചക്ക് നീച്ചിക്കാണ്ടാണ് ഈ പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടണത്. ചോറ് ലേസം വെച്ചു, പിന്നെ കോഴി കാക്കു തലേന്ന് കൊടുന്നിരുന്നു, അത് കെകി വൃത്തിയാക്കിക്കാണ്ട് അവിടെ വെച്ചിക്കണം കേട്ടോ. അതിക്ക് ഇത്തിരി മഞ്ഞളും മുളകൊക്കെ ഇട്ടുകാണ്ട് ഒന്നാണ് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതിക്കാണ്ട്. അപ്പോൾ നോമ്പ് നോൽക്കാറിനപ്പോൾ അതൊരു വല്ലാത്തൊരു തീർപ്പതി തന്നെയാണ് അല്ലേ. അപ്പോൾ റിതും പറയുന്നുണ്ട്, ഷെയ്മോളും മമ്മിയൊക്കെ നോൽക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇമ്മമാനോട് ഞാനും കാക്കും കുറേ പറഞ്ഞു കേട്ടോ, നോൽക്കണ്ട, വെജാതെ നോൽക്കണ്ട അമ്മ, ഉമ്മാക്ക് വല്ലാത്ത പൂതിയാണ്. അപ്പം എന്നാൽ നോറ്റോട്ടെ, നമ്മളെടുത്തുണ്ടാകുമ്പോൾ ആ മട്ടം പോലെയാണ് നോക്കിയാൽ മതിയല്ലോ എന്ന് കരുതിക്കാണ്ട് ഇമ്മമ്മി നീച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങോട്ട് ഫസ്റ്റ് നീച്ചുകാണ്ടാണ് ഒക്കെ കാട്ടി കൂട്ടുക, ചതവൊക്കെ അപ്പം പിടിച്ചുകാണ്ടാണ് അരച്ചുണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ കോഴിയൊക്കെ ആദ്യമേ കെകി വെച്ചതാണ് കേട്ടോ മക്കളെ. ഞാൻ ഇമ്മക്ക് ഇങ്ങനെ തുറച്ച് നോക്കണ്ട, ചിലവർ അത് തുറച്ച് നോക്കിയാണ്ട് അറിയാം കെകിയിട്ടില്ല താത്താച്ചു. അപ്പം കെയ്കണവും പിടിച്ചണോ ഒന്നും ഞാൻ കാട്ടിയിട്ടില്ല. ഞാൻ ആദ്യം തന്നെ ഇറച്ചിയൊക്കെ കെകി വൃത്തിയാക്കി വെച്ചുകാണ്ടില്ല പരിപാടിയാണ് ഞാൻ കാട്ടുക കേട്ടോ. ക്യാമറ വെക്കണീൻ്റെ മുന്നേ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ കെകി എന്നാക്കിക്കാണ്ടാണ് വെക്കലാണ്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കെകി എന്നാക്കണ അടിയിൽ കൂടെ ഏതെങ്കിലും ഒന്നാണ് വിട്ടുപോയാൽ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു വിസവസപ്പ് അതിൽ കാണും. അത് കണ്ടാൽ പിന്നെ അതിന് ഇങ്ങനെ കമൻ്റ് ഇട്ട് കൊടുക്കും. അതിച്ച് കാണുമ്പോൾ ഒരു പൊറുതിയാടുമാണ്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സൊക്കെ ഒരു ഇടങ്ങാറാണ്. പിന്നെ ഇപ്പം എന്താ മക്കളെ, എന്തെങ്കിലുമൊക്കെ പറയണവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ മതി. നമ്മളെ മനസ്സ് ഇടങ്ങാറാണോ കൽബ് കേടരണോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. പിന്നെന്താ, എല്ലാവരോടും അല്ല കേട്ടോ, നമ്മളെ സ്നേഹിക്കണ ഒരുപാട് മുത്തുമണികളുണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുമല്ലോ ആരെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ കോഴി നല്ലോണം ഞാനേ കായം കൂട്ടി വെച്ചിക്കണ്. പിന്നെ അത് കുറേ നേരം വെയിറ്റ് ചെയ്യാനൊന്നും നേരമില്ല കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കൂലേ, പിന്നെ അമ്മമാനെ ഇരുത്തി കഴിഞ്ഞാൽ അരമണിക്കൂർ വേണം അമ്മമാക്ക് ചോറുന്നാൻ. അതാക്കം പോലെ അമ്മമാക്ക് തിന്നാൻ വെക്കുള്ളൂ, തരിപ്പ് പോയിക്കാണ്ട്. അപ്പം ഞാൻ എന്താ കാട്ടിക്കണമെന്നോ, വേഗം കുഴച്ചുകാണ്ട് അന്തിക്ക് മസാല ഇട്ടിയേക്കാൻ വെച്ചാൽ മതി താത്താന്ന് പറയുങ്ങൾ. അപ്പം മസാല ഇട്ടിയേക്കാനൊന്നും കണ്ണും തലയും പൊന്തിയില്ല, മേനിയും പൊന്തിയില്ല കിടക്കപ്പായിന്ന് ഒരട്ടം പറഞ്ഞതാണ്. അപ്പം അതിനൊന്നും പൊന്തായിട്ട് തന്നെ ഇപ്പം തന്നെയാണ് കാട്ടി കൂട്ടണത്. അതങ്ങോട്ട് പൊരിച്ചെടുത്തുകാണ്ട് നല്ല വൗസിലും കൊസിയിലും ഒന്നും വേണ്ട, നോമ്പൊക്കെ അല്ലേ. അപ്പം അതാക്കണ് ഒക്കെ കാട്ടി കൂട്ടിക്കാണ്ട് റെഡി ആക്കണുണ്ട് കേട്ടോ. കോഴി പൊരിച്ച് ഞാൻ കായം കൂട്ടി വെച്ചാൽ ചട്ടി നമുക്കൊന്നാണ് കെകി വൃത്തിയാക്കിയാണ്ട് പപ്പടം താളിച്ച. പിന്നെ പപ്പടം താളിച്ചണം മലപ്പുറക്കാരൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അത് ഭയങ്കര തീർപ്പതില്ലോണ്ട് തന്നെയാണ് അങ്ങനെ പപ്പടം താളിച്ചണം കേട്ടോ. പിന്നെ എന്താണെന്നോ, അരച്ചുകാണ്ടൊന്നും ഉണ്ടാക്കിയാൽ പെലച്ചക്ക് തിന്നാൻ കഴിയൂല മക്കളെ. ചിലവർക്കൊക്കെ അങ്ങനെ തിന്നാൻ വെക്കും, അമ്മക്കൊന്നും അങ്ങനെ തിന്നാൻ വെക്കൂല കേട്ടോ. പിന്നെ മലപ്പുറക്കാർ സ്പെഷ്യൽ എന്താ കാര്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ താളിപ്പ് തന്നെയാണ്. മുരിങ്ങാ താളിപ്പ്, മത്തൻ താളിപ്പ്, മത്തൻ്റെ ഇല താളിപ്പ്, അത് ചീര താളിപ്പ്, തുകൻ്റെ ഇല താളിപ്പ്. തുകൻ്റെ ഇല താളിപ്പ് പറഞ്ഞാൽ കഞ്ഞിത്തുക കേട്ടോ. അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ നമ്മളെ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്.
അപ്പം അതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ. തക്കാളി താളിച്ചുക, പപ്പടം താളിച്ചുക, അതൊക്കെ ഒരു തീർപ്പതിയാണ്. തക്കാളി ഞാൻ പെലച്ചക്ക് താളിച്ചലില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ അങ്ങനെ തിന്നുമ്പോൾ ഒരു പൊറുതിയാടാണ്, നേരം വെളുത്താ ഒരു ഇടങ്ങാറായിരിക്കും. അപ്പം ഞാൻ എന്താ കാട്ടിൽ പപ്പടം താളിച്ചു, അല്ലെങ്കിൽ ചിരങ്ങ താളിച്ചും, അല്ലെങ്കിൽ മുരിങ്ങ താളിച്ചും. അപ്പം ഇന്നിപ്പം മുരിങ്ങയും ചിരങ്ങയും ഒന്നും തിരഞ്ഞെടുക്കാനും ഒരു ഒഴിവും കിട്ടിയിട്ടില്ല, മഴയൊക്കെ അല്ലേ. അപ്പം പിന്നെ ഞാൻ എന്താട്ടിയിരുന്നു, ആ പപ്പടം പൊരിച്ചണ കൂട്ടത്തിൽ ആ പപ്പടം താളിപ്പ് ഉണ്ടാക്കട്ടെ. പപ്പടം താളിപ്പ് ഞാൻ കുറേ വട്ടം പറഞ്ഞു, എന്നാലും ചിലവർ ചോദിച്ചു എങ്ങനെ പപ്പടം താളിച്ചതാന്ന്. നമ്മൾ ചീരുള്ളി മുറിച്ചിട്ട് തൂമിച്ച് കാണ്ട് അതിക്ക് കഞ്ഞിൻ്റെ വെള്ളം പച്ചവളകൊക്കെ ഇട്ട് പൂട്ടുകാണ്ട് 2 പപ്പടം അങ്ങോട്ട് മുറിച്ചിട്ടാൽ മതി കേട്ടോ. അതുതന്നെയാണ് നമ്മളെ പപ്പട താളിപ്പ്. നല്ല രസമാണ് ഇയാളെ, അന്നൊന്നും ഉണ്ടാക്കി വെക്കോണ്ടിട്ടോ. ഇവിടെ മലപ്പുറം കഴിഞ്ഞാൽ അധികം ആളുകളൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല അല്ലേ. നിങ്ങൾക്ക് നല്ല തേങ്ങയൊക്കെ അരച്ച് കൊസിയിൽ വേണ്ടി വരും. നമുക്ക് അതൊന്നും പോവില്ല കേട്ടോ. പിന്നെ അപ്പം പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് എന്നുള്ളൂ. പിന്നെന്താ ചോറാക്കണം. ചോറ് ഞാനാണ് ഇറക്കി വെച്ചിന്, കുക്കറിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കണ് കേട്ടോ. ഞാൻ അത് നല്ലോണം വെള്ളം പാർന്ന് കാണ്ടാണ് ഊറ്റിയെടുക്കട്ടെ. പച്ചവെള്ളം പാർന്ന് കാണ്ട് തന്നെയാണ് ഊറ്റിയെടുക്കട്ടോ. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു കൊഴുപ്പായിരുന്നു അല്ലേ. അപ്പം അതിക്ക് പച്ചവെള്ളം പാർന്ന് കാണ്ടാണ് ഊറ്റിയെടുത്താൽ മതി. ചിലവർ പറയും താത്ത വെള്ളം ബീച്ച പോലെ നിൽക്കും. ഇത് നല്ല മണി അരിയാണ് കേട്ടോ. ഇത് നമുക്ക് അന്ന് കൂടിയിരിക്കലിന് ഏട്ടത്തി കൊടുന്നില്ല അരി, ആ അരി കേട്ടോ. നല്ല അരി, ഉണ്ട അരി വെച്ച് കഴിഞ്ഞാൽ നല്ല ബൗസില്ല അരിയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും കേട് വരില്ല. ഇനി അത് ഫ്രിഡ്ജിക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുണ്ടായി ഫ്രിഡ്ജിക്ക് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്താൽ നല്ലോണം കഴുകിക്കാണ്ട് ഒന്നാണ് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ബൗസില്ല അരിയാണ്. മറ്റേ എളുപ്പം വേവണ അരിയൊക്കെ കളിപ്പുളി ആകും. കളിപ്പുളി ആയാൽ തന്നെ ഇനിയിപ്പോൾ അത് വെട്ടി തിളപ്പിച്ചാനൊന്നും പറ്റൂല. പിന്നെ അത് കടിക്ക് പാരേണ്ടി വരും. അപ്പോൾ അത് നോക്കി നിൽക്കണം. റേഷൻ പീടിയിൽ അരിയുണ്ട്, അപ്പോൾ ഇതുകൊണ്ട് കഴിച്ചട്ടെ എന്ന് കരുതിക്കാണ്ട് ഇനി ഇതാക്കണ്. ബാക്കി ഞാൻ അങ്ങോട്ട് ഊറ്റിയെടുക്കട്ടെ. അതിൻ്റെ അടിയിൽ പാത്രം അപ്പം തന്നെയാണ് മൂറിയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നാമത് വാതിലൊക്കെ അടച്ചുകൂട്ടിയിട്ടില്ല പരിപാടിയാണ്. നമ്മളെ കുഞ്ഞുമണികൾ നീച്ചു വരുമെന്ന് കരുതിക്കാണ്ട് പുറത്ത് മയും പേജിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഊറ്റൽ. ആ ഓട്ടക്കൊട്ടിക്കാണ് ഊറ്റിയെടുക്കല. പണ്ടേ അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ കൊട്ടക്കൈയിലും തള്ളക്കൈയിലും ഒന്നും തിരഞ്ഞു പോകലില്ല. കൊട്ടക്കൈയിലും തള്ളക്കൈയിലൊക്കെ ഒന്നും ഉണ്ടായിനി അവിടെ. അപ്പോൾ കൊട്ടക്കൈയിൽ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഊറ്റലില്ല. തള്ളക്കൈയിൽ ആവശ്യം ഉണ്ടാവുമ്പോൾ എടുക്കും, അല്ലെങ്കിൽ എടുക്കലുമില്ല. ഇതിൽ വാർത്താൽ തന്നെ നല്ല ബൗസാട്ടോ. ചോറ് ഞാൻ അങ്ങനെയാണ് വാർക്കലാണ്. കുറേ ഉണ്ടാക്കും വേണ്ടി വരും. ഇന്നിപ്പോൾ പെലച്ചക്കായതുകൊണ്ട് അത്തിരി ലേസം ഉണ്ടാക്കണം കേട്ടോ. മറ്റേ നിങ്ങൾക്ക് അറിയണതാണ് 1 കിലോ പോലെ ഇവിടെ വെക്കണമെന്ന്. അപ്പോൾ അതാക്കണ്. അപ്പോൾ ചോറൊക്കെ വാർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചണുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി നല്ലോണമാണ് തൂമിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ അതിക്ക് കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞാണ്ട് പപ്പടം അങ്ങോട്ട് പൊട്ടിച്ചിടട്ടെ. അപ്പോൾ പപ്പടം താളിപ്പോവും. പിന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ, പപ്പടം പൊരിച്ചതും. അപ്പോൾ നല്ല ഉഷാറായി. ഇതന്നെ മതി മക്കളെ. ഒരു കണ്ട ഇറച്ചീൻ്റെ കണ്ടോ, ഒരു ചെറിയ കണ്ടോ, ഉണക്കലീൻ്റെ കണ്ടൊക്കെ മതി. എന്നാൽ തന്നെ നമുക്ക് നല്ല ഉഷാറാണ് ചോറ് തിന്നാൻ. പിന്നെ മുട്ടയൊന്നും ഞാൻ പൊരിച്ചലില്ല കേട്ടോ. മുട്ട പൊരിച്ചാത്താന്നോ അതൊരു ഇടങ്ങേറാണ്. നോമ്പ് പൊലിക്കണ കാലത്തൊക്കെ നമുക്ക് മുട്ട പൊരിച്ച് തിന്നു കഴിഞ്ഞാൽ നേരം വെളുത്ത ഒരു ബൗസ് ഉണ്ടാവില്ല പള്ളക്ക്. അപ്പം അല്ലാതെ തന്നെ ഇപ്പോൾ ഇവിടെ പള്ളക്ക് എല്ലാവർക്കും വെജായ. പിന്നെ കുറേ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു ഓരോരുത്തർ എഴുതി വിട്ടത് എത്താത്ത ടെസ്റ്റ് ചെയ്തിക്കണോ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന്. മഞ്ഞപ്പിത്തമൊന്നുമില്ല, അതൊക്കെ നോക്കിക്കണം കേട്ടോ. അത് നമ്മളെ പൊന്നുമാക്ക് തീരെ വെജാതായിക്കാണ്ട് 2 ദിവസം ആസ്പത്രിക്ക് പരക്കം പോയല്ലായിരുന്നോ. അപ്പോൾ അതൊക്കെ നോക്കിക്കണം. മഞ്ഞപ്പിത്തം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അന്നൊക്കെ ഞാൻ നല്ലോണം നോക്കിക്കണം. നിങ്ങൾക്ക് അറിയില്ല, ആ കാര്യത്തിലൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഇവിടെ 2 ബാത്റൂം ഇല്ലോണ്ടേ ഒരു ബാത്റൂമിക്ക് എന്നെ കാക്കു പോകൽ കേട്ടോ. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഓല ഉപയോഗിക്കണ ടോയ്ലറ്റും ഓല പാത്രവും ഗ്ലാസും ഒക്കെ എടുത്താലല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ ഞാനാണ് മാറ്റി വെക്കലുണ്ട്. കാക്കുനായിട്ടൊരു പാത്രം, ഒരു ഗ്ലാസ്, കഞ്ഞിപ്പിഞ്ഞാണം, അതേപോലെ ബാത്റൂം, അതൊക്കെ മുണ്ട്, അതൊക്കെ ഞാൻ മാറ്റി വെക്കലുണ്ട്. അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാം. അതുകൊണ്ട് അതൊക്കെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കലുണ്ട്. ഒന്നാമത് കുട്ടികളില്ല പെരയല്ലേ, നിറച്ചും ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്ക് പേടി തന്നെയാണ് അല്ലേ. അപ്പോൾ അതും കാക്കും തന്നെ നല്ലോണം ഒന്നും ശ്രദ്ധിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഇല്ലാത്ത സാരമില്ലാതെ അയ്യാണ് പോയി. മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി എന്ന് പറയില്ലേ, അതൊരു വലിയ ഹയർ തന്നെ. ആ കാര്യത്തിലൊന്നും റബ്ബിന്നെ എവിടെയും കൊടുക്കലില്ല കേട്ടോ. നിങ്ങളെയൊക്കെ ഒരു ദുആ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഉമ്മമാരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഞാനൊന്ന് വീഡിയോസ് ഇടാൻ ഞാൻ അപ്പോൾ ഒരു മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ അതാ നമ്മളെ മെസ്സേജ് ഒരുപാടുണ്ട്, ഒന്നും എടുക്കാൻ കഴിയണില്ല. അതുകൊണ്ടാട്ടോ പാത്തു എടുക്കാത്തത്. ചിലവർ അറിയാം എടുക്കാത്ത എന്താന്ന് ഇങ്ങനെ കരുതും, ഒന്നും ഒഴിവ് കിട്ടായിട്ടാണ്. പിന്നെന്താ മക്കളെ, എണ്ണ ഉണ്ട്. എണ്ണ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലേസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത് ഓർഡർ ഇത്തിരി തോനെ വന്നു കേട്ടോ. അൽഹംദുലില്ലാ. നമ്മളെ എണ്ണക്ക് നല്ലൊരു മാറ്റം ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മളൊരു കഴിവ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് മാറ്റം ഉണ്ട് എന്ന് ഓരോരുത്തർ പറയുമ്പോൾ നമ്മളൊരു സന്തോഷം, നമ്മളൊരു തീർപ്പതി, അതൊരു വേറെ തന്നെയാണ് അല്ലേ. ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചുകാണ്ട് ചോദിച്ച താത്ത ഇങ്ങോട്ട് എങ്ങനെ എത്തിച്ചേരുക എന്ന് ചോദിച്ചുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. ഓലാരോ പോയപ്പോൾ ഒരു കുപ്പി കൊണ്ടുപോയിനിയല്ലോ. അപ്പോൾ ഓൾക്ക് നല്ല മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ
പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം. ഒരു കുപ്പിയും കൂടി മാണ്ടീനി, നിങ്ങൾക്ക് ഇങ്ങോട്ട് പാർസൽ അയച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഗൾഫൊക്കെ പറ്റി പാർസലൊന്നും അയച്ചു കൊടുക്കാൻ കഴിയൂല, ആരെങ്കിലുമൊക്കെ പോകണ്ടേ ഓലപ്പം അങ്ങോട്ട് കൊടുത്തയക്കാന്നല്ലാതെ നമുക്കങ്ങനെ ഗൾഫിക്കൊന്നും പാർസലില്ല. നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും പാർസലുണ്ട്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മളെ എണ്ണ വാങ്ങുന്നുണ്ട് കേട്ടോ. അതൊരു വല്ലാത്ത സന്തോഷമാണ്. നിങ്ങൾ ഷെയർ ചെയ്ത് പോണോണ്ട് തന്നെയാണ്. മാറ്റം കാണുമ്പോൾ നിങ്ങളത് നമുക്ക് അറിയണവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കൂലേ, അതൊരു വലിയ ഹയർ തന്നെയാണ് കേട്ടോ. നമ്മളൊരു എണ്ണ കൊണ്ട് നിങ്ങൾക്കൊരു ചെറിയൊരു മൈഗ്രീൻ്റെ തലവേദന ആയാലും മുടി കൊഴിച്ചിലായാലും താരനായാലും ഒക്കെ മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖമാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു മാറ്റം കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എണ്ണ ഉണ്ട്, എണ്ണ വാണ്ടിയോലൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ. ഇതിൽ ഞാൻ നമ്പർ കൊടുക്കും. ഇനി ഇതിൽ നമ്പർ ഇല്ലെങ്കിൽ നമ്മളെ ഒരുപാട് വീഡിയോസുകളിലുണ്ട് നമ്മളെ നമ്പർ. വാട്സപ്പ് ചെയ്താൽ മതി, വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നുണ്ടാവില്ല. ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് പരക്കം പോയല്ലേ, അമ്മമ്മ ഉണ്ട്, അമ്മമ്മക്ക് വിജായും കാര്യങ്ങളൊക്കെ. അപ്പോൾ എടുക്കാൻ ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല. നിങ്ങളവിടെ വാട്സപ്പ് ചെയ്ത് വെച്ചോളൂ, എപ്പോഴെങ്കിലുമൊക്കെ എടുക്കും. അപ്പോൾ പെലച്ച വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണമെന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ ഒക്കെ പാടെ എടുക്കണ്ടല്ലോ കരുതികാണ്ട്. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. പിന്നെ നേരം വെളുത്തേച്ച് കുട്ടികളെയൊക്കെ സ്കൂൾ കറങ്ങി ചെറിയതൂനൊന്നും ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ ബാക്കി പൈപ്പിൻ്റെ ഫിറ്റിങ് ഒരു 3-4 ദിവസം മുന്നിലുള്ള വീഡിയോസാണ് ഇപ്പോൾ കാട്ടുന്നത് കേട്ടോ. ഈ കാട്ടുന്നത് മറ്റേ നമ്മളെ ഇന്നലത്തെ വീഡിയോസാണ്, ഇപ്പോൾ ഇതുവരെയും കണ്ടീന്. ഇത് 2-3 ദിവസം മുന്നത്തെ വീഡിയോസാണ്. അപ്പം ഞങ്ങളോട് പറഞ്ഞിനി ആ പൈപ്പ് വലിയൊരു റൂള് തെങ്ങിൻ്റെ അവിടെ വരെ എത്തിയിട്ടുള്ളൂ, പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ അപ്പോഴത്തേനും പൊന്നൂസിന് വയ്യാതായിക്കാണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നില്ലേ. ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ നിങ്ങൾക്ക് അറിയില്ല, പിന്നെ പിടുത്തം വിടുമെന്ന്. ഹോസ്പിറ്റൽ കേസ് വരാക്കണേന്ന് ദ്വാ ചെയ്യലാ ഞാൻ കേട്ടോ. ആസ്പത്രി കേസ് വന്നാൽ പിന്നെ പറയും വേണ്ടല്ലോ. നിങ്ങൾക്കൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളിൽ ഓരോ അസുഖങ്ങൾ എല്ലാവർക്കും പനിയും ഛർദിലും എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ അതവിടെ ഇട്ട് പോണു കേട്ടോ. ബാക്കിയുള്ള വാക്കും അവിടെ വെച്ചു. പിന്നെ അത് 2-4 ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കി എടുക്കുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ കമൻറ്റിലും അതുപോലെ വാട്സപ്പ് ചെയ്തൊക്കെ ചോദിച്ചിരുന്നു, വാത്തോ ബാക്കി ചെയ്തില്ലേ എങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ബാക്കി റൂളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കൊടുന്നിക്കാണ്ട് ഫിറ്റിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പണിക്കാരെ എപ്പോഴും കിട്ടൂല മക്കളെ, ഒന്നാമത് ഒഴിവും ഉണ്ടാവില്ല ഓൽക്ക്. പിന്നെ ഈ ചെറിയ ആക്രിപ്പണികളൊന്നും ഓല് വരൂല, അങ്ങക്ക് അറിയണേല്ലേ. അപ്പോൾ 2-3 വട്ടമൊക്കെ വിളിച്ച്, അപ്പോൾ ഓൽക്ക് ഒഴിവില്ല പറഞ്ഞപ്പോൾ കാക്കു എന്നാണ് കാട്ടിക്കൂട്ടുക. പിന്നെ ഇപ്പം നല്ല ചോർക്കിലും ബൗസിലൊന്നും അങ്ങനെയൊന്നും വേണ്ടല്ലോ, നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമല്ലേ. അപ്പോൾ അത് കാക്കു എന്നാണ് കാട്ടിക്കോളാറുങ്ങാണ്ട് ബാക്കിയുള്ള സാധനങ്ങളും പിന്നെ ഈ പച്ചപ്പൈപ്പ് ഒരു റൂളും കൂടി വാങ്ങിട്ടോ. ഒരു റൂള് മുഴുവൻ വാങ്ങിയിരുന്നു നമ്മൾ ആ പെരേന്ന് നമ്മളെ ഓല ആ തെങ്ങ് വരെ വലിച്ചാൻ, ഓല തെങ്ങ് വരെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റൂളും കൂടി വാങ്ങിട്ടോ. ഏകദേശം 2 ഉറുപ്പ്യോളൊക്കെ ആയി ഈ ഒരു റൂളിന് കേട്ടോ. പിന്നെ പൈപ്പും സെറ്റിങ്ങും ബാക്കി വേറെ കേട്ടോ. പിന്നെ അന്നത്തെ അല്ല ഇപ്പം വാങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്താ കാട്ടിയ ബാക്കി ഫിറ്റിങ് കാക്കു ചെയ്യാണ്. പിന്നെ മേലക്കൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അന്ന് ആ താത്ത ടാങ്ക് കൊണ്ടുപോയിട്ടില്ല, ആ ടാങ്ക്ക് ഒരു ഫിറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈൻ വെള്ളം ഇല്ലാത്ത നേരത്ത് നമുക്ക് അതിക്ക് അടിച്ചെടുക്കുക. പിന്നെ ബാക്കി ഈ കാട്ടുന്നത് എടുക്കുക വെച്ചാൽ നമ്മൾ ഇവിടെ പുറത്തൊന്ന് വെച്ചിക്കണമല്ലോ അടുക്കള ഭാഗത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വെള്ളം, അത് നമ്മളെ ടാങ്ക് നമ്മളെ ചേപ്പൂരിന്ന് കൊടുന്നീന് ആ ടാങ്ക്കും ഒരു ഫിറ്റിങ് കാക്കു ആക്കി വെച്ചു. ഇങ്ങനത്തെ കുറച്ചൊക്കെ ആക്രിപ്പണിയൊക്കെ കാക്കു കാട്ടി കൂട്ടും കേട്ടോ. പിന്നെ ചോർക്കൊന്നും വേണ്ടല്ലോ, നമുക്ക് വെള്ളം കിട്ടിയാൽ പോരെ, അതന്നെയല്ലേ വലിയ ഹയർ. വെള്ളം പൈപ്പ് തുറന്നാൽ വരിക എന്ന് പറയുമ്പോൾ ലൈൻ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് വേണം മോട്ടർ ഇട്ടാൽ മതിയല്ലോ, വെള്ളം കിട്ടണേനെ തന്നെ വലിയത്. അപ്പം അയിമക്ക് നോക്കി ചിരിച്ചണ്ട, അങ്ങനെയൊക്കെ മതി, അത്ര ചൊറുക്കൊക്കെ മതി. അപ്പം ഇതാക്കണം ഞാനൊന്നാണ് മോട്ടർ ഇടട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ മോട്ടറാണ് ഇട്ടു. അപ്പം ഇതാക്കണ് വെള്ളം ഈ ടാങ്കക്ക് വരുന്ന ഒന്നും കാണിച്ചു തരാം കേട്ടോ. മറ്റേ ടാങ്കക്ക് പിന്നെ മുകളിലല്ലേ, അവിടെ കയറാൻ ബൗസൊന്നുമില്ല മക്കളെ, അതിങ്ങനെ ചെരിച്ച് വാർത്തതല്ലേ. അപ്പോൾ അതാ ഇതിക്ക് വരുന്ന ഒന്നും കാണിച്ചു തരാം. കുറേ ആൾ ചോദിച്ചിരുന്നു വെള്ളം ടാങ്കക്ക് അടിച്ചിട്ട് കാട്ടി തരും പാത്തുവോന്ന്. അതൊരു തീർപ്പതിയാണ്, അല്ല ഒന്നുമല്ല. അപ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ വെള്ളം കിട്ടുക അറിയുമ്പോൾ. അപ്പോൾ അതാക്കണ ഈ ടാങ്ക് ഒന്നാണ് നിറച്ചാക്കട്ടെ. പിന്നെ ഇപ്പോൾ എന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഒന്നാണ് തൊടി.